ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കി. ഇഡിയുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി ഉടൻ തീരുമാനം പറയും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നാളെ എറണാകുളത്ത് അവലോകന യോഗം ചേരും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL 2020 ക്രിക്കറ്റ് 17ാം സീസണ് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. തിംഫുവിൽ നടന്ന ചടങ്ങിൽ ഭൂട്ടാനിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ ഭൂട്ടാൻ രാജാവ് ശ്രീ മോദിക്ക് സമ്മാനിച്ചു. ബഹുമതി തന്റെ വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും അഭിമാനമാണെന്നും ശ്രീ മോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യേൽ വാങ്ചുക്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഭൂട്ടാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ഭൂട്ടാനിലെത്തിയത്. മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി. 10 ദിവസത്തെ കസ്റ്റഡിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ഹാജരായി. വാദപ്രതിവാദം 3 മണിക്കൂറിലേറെ നേരം നീണ്ടുനിന്നു. കോടതിയുടെ തീരുമാനം ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോസ് അവന്യൂ കോടതി പരിസരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഡൽഹിയിലെ വസതിയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെതിരെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധമുയർത്തി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ അതിനുള്ള അവസരമുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൌരനും കമ്മീഷന്റെ voters.eci.gov.in എന്ന പോർട്ടൽ വഴിയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഈ മാസം 28-നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഏപ്രിൽ 26-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നാളെ എറണാകുളത്ത് അവലോകന യോഗം നടത്തും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഒരുക്കങ്ങളാണ് വിലയിരുത്തുക. ഈ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിർണായക സ്വാധീനമുള്ള എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമായി UDF, LDF സ്ഥാനാർത്ഥികൾ മുന്നോട്ടു പോകുകയാണ്. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം ഇനിയും കൊഴുക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രാജ്മോഹൻ. പരമാവധി വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ഹൈബി ഈഡനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ KJ ഷൈൻ ടീച്ചറും. ജനങ്ങളിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെല്ലുകയാണ് ഇരുവരും. പ്രമുഖ വ്യക്തിത്വങ്ങൾ, മതമേലധ്യക്ഷന്മാർ, കോൺവെന്റുകൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങിയവയിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇരുവരും വോട്ട് തേടിയെത്തി. CPIM സ്ഥാനാർത്ഥി KJ ഷൈൻ ഇന്ന് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ്, പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി, പനയപ്പള്ളി പ്രദേശങ്ങൾ സന്ദർശിച്ചു. തോപ്പുംപടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത അവർ മട്ടാഞ്ചേരി പ്രദേശത്തും പര്യടനം നടത്തി. എറണാകുളം മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ ഇന്നത്തെ പര്യടനം തോപ്പുംപടി ഫിഷിംഗ് ഹാർബർ, ചെല്ലാനം, കണ്ണമാലി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നീ മേഖലകളിലായിരുന്നു. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളം മണ്ഡലത്തിൽ ജനഹൃദയങ്ങളെ കീഴടക്കാനുള്ള പോരാട്ടത്തിന് കൂടുതൽ വീറും വാശിയും കൈവരും. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി സാക്ഷം ആപ്പുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ രജിസ്ട്രേഷൻ മുതൽ വോട്ടെടുപ്പ് ദിവസത്തെ യാത്രാ സൌകര്യം ഉറപ്പാക്കൽ വരെയുള്ള സേവനങ്ങൾക്കായി ഈ ആപ്പ് ഉപയോഗിക്കാം. ഇതിനായി ഉപയോക്താവിന് ഒരു സജീവ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. സാക്ഷം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്.
ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അഭ്യർത്ഥന പ്രകാരം ലക്ഷദ്വീപ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അവശ്യ സേവന വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തപാൽ വോട്ട് സേവനം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോഗ്യ സേവനം, തപാൽ, പോലീസ് തുടങ്ങി ലക്ഷദ്വീപിൽ നിന്നും 11 വിഭാഗം ജീവനക്കാർക്കാണ് ഈ സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മാർച്ചിലെ ബില്ലുകളും പാസാക്കാൻ ട്രഷറിക്ക് നിർദ്ദേശം. മാർച്ച് 19 വരെ ട്രഷറികളിൽ ലഭിച്ച എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകും. 1211 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം എല്ലാ ബില്ലുകളും മുൻഗണനാ ക്രമത്തിൽ മാറി നൽകും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഷിഗല്ല തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം. രോഗലക്ഷണങ്ങൾ സങ്കീർണമാകുന്നതിന് മുൻപ് തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംഘർഷം നിലനിൽക്കുന്ന റഷ്യ, യുക്രൈൻ മേഖലകളിൽ തൊഴിലന്വേഷിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും നോർക്ക റൂട്ട്സ് അധികൃതരും അറിയിച്ചു. ഈ മേഖലകളിലേക്ക് ഇടനിലക്കാർ വഴി തൊഴിൽ വാഗ്ദാനം ലഭിച്ച് പോയ ചിലർ തട്ടിപ്പിനിരയായ സാഹചര്യത്തിലാണ് അറിയിപ്പ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസുള്ള അംഗീകൃത ഏജൻസികൾ വഴി മാത്രമേ തൊഴിൽ അന്വേഷണവും കുടിയേറ്റവും നടത്താൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട്. ശബരിമലയിൽ പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 7ാം ഉത്സവ ദിനമായ ഇന്ന് 3ാം വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കും. വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മറ്റന്നാളാണ് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30 പമ്പയിൽ ആറാട്ട് നടക്കും. അന്ന് രാവിലെ മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താൻ എതിർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതെന്തിനാണെന്ന് നോക്കിയാകും പ്രതികരിക്കുകയെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ശ്രീ വി.ഡി. സതീശൻ ഉന്നയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിലെ കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ എന്താണ് നടപടിയെടുക്കാത്തത് എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാർ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ. പാർട്ടി നേതാക്കൾക്ക് യാത്ര ചെയ്യാനോ പ്രചാരണം നടത്താനോ പണമില്ലാത്ത അവസ്ഥയാണെന്നും രാഷ്ട്രീയ കക്ഷികളുടെ വരുമാനത്തിന് ആദായ നികുതി ബാധകമല്ലാത്തപ്പോഴാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരള പോലീസിലെ വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ വേനലവധി പരിശീലന ക്യാമ്പ് ഏപ്രിൽ 1 മുതൽ തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ സ്ക്വാഷ് സെന്ററിൽ ആരംഭിക്കുന്നു. ടേബിൾ ടെന്നീസ്, ആർച്ചറി, സ്ക്വാഷ്, ഫെൻസിംഗ് എന്നീ ഇനങ്ങളിലാണ് രാവിലെയും വൈകിട്ടും പരിശീലനം. IPL 2020 ക്രിക്കറ്റ് 17ാം സീസണ് ഇന്ന് തുടക്കം. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് ഉദ്ഘാടന മത്സരം. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. സംസ്ഥാനത്ത് താപനില ഉയർന്നു. ഈ മാസം 26 വരെ കോട്ടയം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച കൂർക്കക്കിഴങ്ങ് തരംതിരിക്കൽ യന്ത്രത്തിന് പേറ്റന്റ് ലഭിച്ചു. കൂർക്കക്കിഴങ്ങിനെ ചെറുത്, ഇടത്തരം, വലുത്, വളരെ വലുത് എന്നീ 4 സൈസുകളിലായി ഇതിലൂടെ തരംതിരിക്കാൻ സാധിക്കും. ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ ടീമിനാണ് പേറ്റന്റ് ലഭിച്ചത്. തിരുവനന്തപുരം കിംസ്, വിനോദ് നഗർ, പുലേനാർകോട്ട, TB സാനിറ്റോറിയം റോഡുകളിൽ മാർച്ച് 25-26 തീയതികളിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. BM പ്രവൃത്തി നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കി. EDയുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതി ഉടൻ തീരുമാനം പറയും. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ അവസരം. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നാളെ എറണാകുളത്ത് അവലോകന യോഗം ചേരും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. IPL 2020 ക്രിക്കറ്റ് 17ാം സീസണ് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.